നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ റിയാസി ജില്ലയിൽ തീർത്ഥാടകർക്ക് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്കായി സുരക്ഷാ സൈന്യം അന്വേഷണം ശക്തമാക്കി. റിയാസി ജില്ലാ സംയുക്ത സൈന്യം വളഞ്ഞിരിക്കുകയാണ്. 5 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. കർശന നടപടി സ്വീകരിക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. കുട്ടികൾ ഉൾപ്പെടെ 10 പേരാണ് ഞായറാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. റിയാസി വനമേഖലയുടെ ഉയർന്ന പ്രദേശത്ത് 2 ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രദേശത്ത് സുരക്ഷാ സേനയുടെ തിരച്ചിൽ നടക്കുകയാണ്. ജെയ്ഷയും ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫോഴ്സ് PAFF, റിവൈവൽ ഓഫ് റെസിഡൻസ്, ദി റെസിഡൻസ് ഫ്രണ്ട് എന്നിവ ആദ്യം സോഷ്യൽ മീഡിയയിൽ ബസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും ആക്രമണത്തിൽ മരിച്ച 2 വയസ്സുകാരൻ ടിറ്റു എന്ന കുട്ടിയുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചതോടെ ആക്രമണത്തിനെതിരെ വ്യാപകമായ അപലപത്തിന് കാരണമായി. അതോടെ ഷാഡോ ഗ്രൂപ്പുകൾ അവരുടെ അവകാശവാദങ്ങൾ വേഗത്തിൽ പിൻവലിക്കുകയും പകരം സർക്കാർ ഏജൻസികളിലേക്ക് കുറ്റം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. റിയാസി ഭീകരാക്രമണം പുതിയ തുടക്കത്തിന്റെ ആരംഭം മാത്രമാണ്. വിദേശികളെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ട് ഇനിയും ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അവരുടെ സന്ദേശത്തിൽ ഭീഷണിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് 1 മണിക്കൂർ മുമ്പ് പ്രാദേശിക തീവ്രവാദി സംഘത്തിന്റെ സഹായത്തോടെ 4 പാകിസ്ഥാൻ ഭീകരർ ആക്രമണം നടത്തിയെന്നാണ് പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ആക്രമണം നടത്തിയവർ കാർഡിന്റെ ഒളിത്താവളത്തിൽ ഒളിച്ചിരിക്കുകയും സെക്യൂർഡ് കമ്മ്യൂണിക്കേഷൻസ് വഴി പാകിസ്ഥാനിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. റിയാസി മേഖലയുടെ മുകൾ ഭാഗത്ത് വനങ്ങൾ നിറഞ്ഞതിനാൽ തിരച്ചിലിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. 1980കളിൽ വികസിപ്പിച്ച അമേരിക്കൻ നിർമ്മിത ആക്രമണ റൈഫിളുകൾ പാകിസ്ഥാൻ പ്രത്യേക സേനയുടെയും സിന്ധ് പോലീസിന്റെ പ്രത്യേക സുരക്ഷാ വിഭാഗത്തിന്റെയും സേവനത്തിലുള്ള ഒരു വകഭേദം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സൈനികർ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന M4 കാർബൈനുകളാണ് ഭീകരർ ഉപയോഗിച്ചതെന്നാണ് വിവരം. സംയുക്ത സൈന്യം മേഖലയിലെ സുരക്ഷ ശക്തമാക്കി. ദേശീയ സുരക്ഷാ ഏജൻസിക്കാണ് അന്വേഷണ ചുമതല. NIA ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനമേഖല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് മോഹിത് ശർമ്മ പറഞ്ഞു. സ്നിഫർ ഡോഗുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചാണ് തെരച്ചിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന ഭരണകൂടവുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കണമെന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ 10 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ഗവർണർ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. പ്രദേശത്ത് ജില്ലാ ഭരണകൂടം കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസ്, കരസേന, CRPF എന്നിവരുടെ സംയുക്ത സൈന്യം അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അതേസമയം ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 6 പേർ പോലീസ് കസ്റ്റഡിയിലായതായി റിപ്പോർട്ടുണ്ട്. ബരാക് മേഖലയിൽ നിന്നാണ് അവർ പിടിയിലായത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.